നോക്കുന്നത് പാനലിങ്ങിനെ കുറിച്ചാണ്. പാനലിങ്ങിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാനലിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോളിൽ ഇപ്പോൾ ഇത് ഈ ഒരു പിക്ചർ നോക്കുക. വോളിൽ നമ്മളിവിടെ പാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു പാനലിംഗ് ആണ്. ഇത് സിംഗിൾ സ്കിന്നും വരും, ഡബിൾ സ്കിന്നും വരും. സിംഗിൾ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 mm പീസ് മാത്രം നമ്മൾ പ്ലൈവുഡിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുന്നതിനെയാണ് സിംഗിൾ സ്കിൻ പാനലിംഗ് എന്ന് പറയുന്നത്. ഡബിൾ സ്കിൻ പാനലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു TV യൂണിറ്റിന്റെ തിക്നെസ് എന്ന് വെച്ചാൽ ഡബിൾ തിക്നെസ് ആയിരിക്കും. അതായത് ഈ ഇത് കണ്ടില്ലേ, ഇത് ഡബിൾ തിക്നെസ് ആണ്. ഈ തിക്നെസ്സിലുള്ള പാനലിംഗ് വെക്കുന്നതിനാണ് നമ്മൾ ഡബിൾ സ്കിൻ പാനലിംഗ് എന്ന് പറയുന്നത്. അതിന് 36 mm ഉണ്ടാവും, മറ്റേതിന് 18 mm ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഈ ഡബിൾ തിക്നെസ് വരുന്നതിന് ഡബിൾ സ്കിൻ എന്ന് പറയും, സിംഗിൾ തിക്നെസ്സിന് സിംഗിൾ സ്കിൻ എന്ന് പറയും. ഡബിൾ തിക്നെസ്സിന് ഓഫ്കോഴ്സ് റേറ്റ് കൂടുതലായിരിക്കും, സിംഗിൾ സ്കിന്നിന് റേറ്റ് കുറവായിരിക്കും. സിംഗിൾ സ്കിൻ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള യൂണിറ്റ്സ്, ഇതിപ്പോൾ ഒരു പാനൽ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു പോർഷൻ മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ കൊടുക്കാൻ നേരത്തെ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്ലൈവുഡിന്റെ സൈസ് എന്ന് പറയുന്നത് 240 × 120, അതായത് 8/4 ആയിരിക്കും. നമുക്ക് 8/4 ഫീറ്റിന്റെ ആയിരിക്കും നമുക്ക് എപ്പോഴും പ്ലൈവുഡ് വരുന്നത്. അപ്പം നമ്മളിതിപ്പോൾ ഫുൾ ലെങ്ത് കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 300 ഉണ്ടാവും. അപ്പോൾ 300-ൽ ഒരു ജോയിന്റും ഇല്ലാതെ നമുക്ക് പാനലിംഗ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ജോയിന്റ് ഇടേണ്ടതായിട്ട് വരും. ഓക്കെ, 240 ഇപ്പോൾ ചില ഡിസൈൻസ് വരാനൊക്കെ നമുക്കറിയാം ഇതിവിടെ ജോയിന്റ് എവിടെ കൊടുക്കും എന്നുള്ളത് നോക്കേണ്ടത് ഡിസൈനേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതിൻ്റെ അത് ജോയിന്റ് എവിടെ വരും എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടത് ഡിസൈനറാണ്. ഇപ്പൊ ഈ ഒരു പാനൽ കൊടുക്കാൻ നേരത്തെ ഇതിന്റെ ഇടയിൽ ജോയിന്റ് ഉണ്ട്, ഇവിടേക്ക് ജോയിന്റ്സ് ഉണ്ട്. അത് എവിടെ കൊടുക്കും എന്നുള്ളത് ഈ ലെവൽ വെച്ചിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ജോയിന്റ്സ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഇതിപ്പോൾ കണ്ടില്ല, ഇതൊരു പാനലിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ ഇടയ്ക്ക് സ്റ്റീൽ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുക. സ്റ്റീൽ സ്ട്രിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജോയിന്റ് നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള നിങ്ങൾ ലോജിക്ക് ആലോചിക്കണം. എപ്പോഴും നിങ്ങൾ ഫുൾ ഹൈറ്റ് ഒക്കെ ചിലപ്പോൾ പാനലിംഗ് കൊടുക്കാൻ നേരത്ത് ജോയിന്റ് എവിടെ ഇടും എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കണം. അത് ലെവല് നോക്കി കൃത്യമായിട്ട് നമ്മൾ ജോയിന്റ് ഇട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 240 കാർപ്പൻറ്റേഴ്സിന്റെ കയ്യിലേക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് എവിടെ ജോയിന്റ് ചെയ്യണം, എവിടെയാണ് ഇതിന്റെ കട്ടിങ് വരേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ തന്നെ കൺസിഡർ ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടൈപ്പ് പാനലിംഗ് ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് പാനലിംഗ് ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലൈവുഡിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊവൈഡഡ് നമ്മൾ ഈ ജോയിന്റ്സ് കൃത്യമായിട്ട് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. ഡബിൾ സ്കിൻ ആയാലും സിംഗിൾ സ്കിൻ ആയാലും. ഇപ്പോൾ വോളിലൊക്കെ വരുന്ന ബെഡ്റൂമിന്റെ ബാക്കിലും ലിവിംഗ് റൂമിന്റെ ബാക്കിലൊക്കെ വരുന്നത് സിംഗിൾ സ്കിൻ കൊടുത്താൽ മതി, അതിന്റെ അത്രയും കൺസിഡർ ചെയ്യാം. പക്ഷേ TV യൂണിറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്കിൻ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അത് കുറച്ചും കൂടി TV ഹാങ് ചെയ്യാനുള്ള ഒരു കട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പാനൽസ് എല്ലാം അങ്ങനെ ചെയ്യാം കേട്ടോ, ഡബിൾ സ്കിൻ കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ലാമിനേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ലാമിനേറ്റിന്റെ കേസ് തന്നെ എടുക്കാം. ഇത് തന്നെ ഇപ്പോൾ ഇത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ അതിന്റെ കംപ്ലീറ്റ്ലി ഡിസൈൻ മാറും. അപ്പോൾ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് മേളിൽ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഗ്രൂപ്പ് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഗ്രൂപ്പ് പാനലിൽ നമുക്ക് ഈ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബിക്കോസ് ഇതെല്ലാം ഗ്രൂവ് വരുന്ന ഒരു പാനൽസ് ആണ്. നമ്മൾ ഗ്രൂവ് വരാൻ നേരത്ത് നമുക്ക് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഫുൾ ഹൈറ്റ് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഒരു വെട്ട് വരും അല്ലേ, നമുക്ക് 240 വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വെട്ട് വന്നു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പൊ അതിന്റെ അങ്ങനെ ഒരു വെട്ട് വരുന്നുണ്ടെങ്കിൽ അത് താഴെയാക്കി മാറ്റാനായിട്ട് നോക്കുക. കസ്റ്റമറോട് പ്രത്യേകം പറയും ഇങ്ങനെ ഒരു ഗ്രൂവിങ് വരും എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കൺസിഡർ. പ്ലൈവുഡിന്റെ മെഷർമെന്റ് എപ്പോഴും കൺസിഡർ ചെയ്യുക. 8/4 പ്ലൈവുഡ് ഷീറ്റുകളായിരിക്കും. ഫുൾ ലെങ്ത് കിട്ടില്ല എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ വിഡ്ത്തിന് ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ലെങ്ത്തിന് നമുക്ക് കുഴപ്പമുണ്ട്. ഇപ്പൊ കുറച്ച് വിഡ്ത്ത് കുറച്ച് ഇവിടം വരെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ 240 എന്നുള്ള മാക്സിമം വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുള്ള പാനലിംഗിന്റെ കേസിൽ പറയാനായിട്ട്.